ഓശാന പെരുന്നാളിന്റെ ദിവസത്തെ എവൻഗേലിയൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. പിറ്റേ ദിവസം വലിയ പുരുഷാരം പെരുന്നാളിന് വന്നിരുന്നു. അവർ യേശുതമ്പുരാൻ യെരൂശലേമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ദക്കലാവൃക്ഷക്കൊമ്പുകൾ എടുത്ത് അവനെ എതിരേൽക്കുവാനായി പുറപ്പെട്ടു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഹോശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശുതമ്പുരാൻ ഒരു കഴുതയെ കണ്ടെത്തി അതിന്റെ പുറത്തു കയറി, സിഹിയോൻ പുത്രി, ഭയപ്പെടേണ്ട, കണ്ടാലും നിന്റെ രാജാവ് ആൺകഴുതക്കുട്ടി പുറത്തു കയറി നിന്റെ അടുക്കലേക്ക് വരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരമായിരുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ വ്യക്തമാക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പലപ്പോഴും രാജാക്കന്മാരുടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കലിന്റെ ഒക്കെ ഭാഗമായിട്ട് ഘോഷയാത്രകൾ നടക്കാറുണ്ട്. ആ ഘോഷയാത്രകൾക്കൊടുവിൽ ആ പട്ടണത്തിന്റെ തലസ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ പ്രത്യേക കർമ്മം നിർവഹിച്ചുകൊണ്ടായിരിക്കും രാജാക്കന്മാർ അധികാരം പിടിച്ചെടുക്കുന്നത്. അതിനുവേണ്ടി അനേകായിരങ്ങൾ വരുന്ന സൈനികരും അതോടൊപ്പം തന്നെ അനേകം കുതിരകളും കുതിരപ്പട്ടാളങ്ങളൊക്കെ നിരന്നുകൊണ്ടായിരിക്കും അത്തരം യാത്രകൾ നടക്കുന്നത്. യേശുവിന് ഇതുപോലെ 3 യാത്രകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഉയർപ്പിന് ശേഷവും ഉയർപ്പിന് മുൻപും. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് ഇവിടെ കഴുതയുടെ പുറത്ത് കയറിയിട്ടുള്ള യേശുവിന്റെ യാത്ര. പലപ്പോഴും രാജാക്കന്മാർ കുതിരകളെയും കുതിരവണ്ടികളെയും ഒക്കെ ആയുധമാക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് കഴുതയെ വാഹനമാക്കിയത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, MG സർവകലാശാലയുടെ BA ഡിഗ്രി പഠനകാലത്ത് വളരെ മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിത പഠിച്ചത് ഓർമ്മയിലേക്ക് വരികയാണ്. ചാൾസ് ഡിക്കൻ ആണെന്ന് തോന്നുന്നു അതിന്റെ രചയിതാവ്. കവിത ഇപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. കവിതയുടെ പേര് ഡോങ്കി എന്ന് തന്നെയാണ്. കവിത തുടങ്ങുന്നത് മറ്റുള്ള മൃഗങ്ങളെല്ലാം കൂടി വന്നിട്ട് കഴുതയെ പരിഹസിക്കുകയാണ്. കഴുതേ, നീയല്ലേ കഴുതേ എന്നതാണ് ചോദ്യം. ഓർക്കുക, ഭാഷയിൽ ഒരാളെ അവഹേളിക്കുവാനായിട്ട് ഏറ്റവും നല്ല പദമായിട്ട് കഴുത മാറിയിരിക്കുകയാണ്. കഴുത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഹീനമായ, അധമമായ, മോശമായ പ്രയോഗമായി തീർന്നിരിക്കുന്നു. ബുദ്ധിയില്ലാത്തവനെന്നോ മോശക്കാരനെന്നോ താഴ്ന്നവനെന്നോ അപഹാസ്യനെന്നോ പരിഹാസിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന പദത്തിന് തുല്യം നിൽക്കുന്ന പദമായി കഴുത മാറിയിരിക്കുകയാണ്. ഇവിടെ കഴുതയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആ മൃഗങ്ങളെല്ലാം കൂടിയിട്ട് കഴുതയെ മനോഹരമായി പരിഹസിക്കുകയാണ്. കഴുതേ, നീയല്ലേ കഴുത? നിനക്ക് നേരെ നോക്കാൻ കഴിയുമോ? എപ്പോഴും തല കുമ്പിട്ട് ഇങ്ങനെ കീഴ്പോട്ട് നോക്കി നടക്കുന്ന നിന്റെ ദൃഷ്ടി കുമ്പിട്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം കീഴ്പോട്ടാണ്, നിന്റെ ചിന്തകൾ കീഴ്പോട്ടാണ്, നിന്റെ നോട്ടവും കീഴ്പോട്ടാണ്. അങ്ങനെ കഴുതയെ പരിഹസിച്ചുകൊണ്ട് ഈ പരിഹാസമെല്ലാം ഏറ്റുവാങ്ങി കഴുത മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരുടെയും പരിഹാസങ്ങൾ തീർന്നതിനു ശേഷം കഴുത പയ്യെ തലയൊന്ന് കുലുക്കിയിട്ട് അവരോട് പറയുന്നുണ്ട്, ഞാൻ കഴുതയാണ്, ഞാനൊരു മരക്കഴുതയാണ്, ഒരു കോവർ കഴുതയാണ്, മോശപ്പെട്ടവനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിന്റെ യാത്രയ്ക്ക് യേശു എന്നെയാണ് തെരഞ്ഞെടുത്തത്. ലോകത്തിൽ അനേകം ജന്തുക്കൾ ഉണ്ടായിരുന്നു, അനേകം ജീവികൾ ഉണ്ടായിരുന്നു, കരുത്തന്മാരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള കുതിരകൾ ഉണ്ടായിരുന്നു, ആനകൾ ഉണ്ടായിരുന്നു, ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എന്നെയാണ് യേശു തന്റെ യാത്രയ്ക്കായി വാഹനമായി തിരഞ്ഞെടുത്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, എന്റെ മഹത്വം കൊണ്ടല്ല, എന്റെ വലിപ്പം കൊണ്ടുമല്ല, എന്റെ ഉയർന്ന തല കണ്ടിട്ടുമല്ല, ഒരൊറ്റ കാര്യം കൊണ്ടാണ്, എന്റെ താഴ്ന്ന തല കണ്ടിട്ടാണ് യേശു എന്നെ തിരഞ്ഞെടുത്തത്. ഓർക്കുക, മറ്റൊരു കാര്യമുണ്ട്. യേശുതമ്പുരാന്റെ പുറത്തു കയറി യാത്ര ചെയ്യുന്നതായ സമയത്ത് ഞാൻ തല ഉയർത്തിപ്പിടിച്ചിരുന്നു എങ്കിൽ എന്റെ തലയുടെ ആ മറവിൽ യേശുവിന്റെ മുഖം കാണാതെ പോകുമായിരുന്നു. ഞാൻ തല ഉയർത്തിയാൽ യേശുവിന്റെ തല കാണാതെ പോകുമായിരുന്നു, യേശുവിന്റെ മുഖം മറയ്ക്കപ്പെടുമായിരുന്നു. ഞാൻ തല കീഴ്പോട്ടിട്ടത് കൊണ്ടാണ്, ഞാൻ തല താഴ്ത്തിയത് കൊണ്ടാണ് യേശുവിന്റെ മുഖവും തലയും ഉയർന്നു നിന്നത്, അത് മറ്റുള്ളവർക്ക് ശോഭയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ സ്വയം താഴ്ത്തി എന്റെ തല കീഴോട്ടാക്കിക്കൊണ്ട് യേശുവിന്റെ മുഖം വിളങ്ങുവാനായിട്ട്, യേശുവിന്റെ മുഖം ശോഭിക്കുവാനായിട്ട്, യേശുവിന്റെ തല എല്ലാവർക്കും കാണുവാൻ പാകത്തിന് എന്റെ തല ഞാൻ സ്വയം താഴ്ത്തിയതാണ് എന്ന് പറയുന്ന മനോഹരമായ കവിത ഡോങ്കി.
അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഓർക്കുക, ഏറ്റവും വലിയ ഒരു പ്രതിബിംബമായി ഇന്നത്തെ ദിവസം കഴുത മാറുകയാണ്. മറ്റൊരു അനേകം വ്യാഖ്യാനങ്ങളുണ്ട്. അതേ ദിവസം കഴുതയ്ക്ക് ഒരുപക്ഷെ ചിന്തിക്കാമായിരുന്നു, ഈ ആളുകളെല്ലാവരും ഓശാന പാടുന്നത് എന്നോടാണ്, ആളുകളെല്ലാം വസ്ത്രം വഴിയിൽ വിരിക്കുന്നത് എനിക്ക് യാത്ര ചെയ്യുവാനാണ്, ആളുകളെല്ലാം കുരുത്തോല വീശുന്നത് എന്നെ പാടി സ്തുതിക്കുന്നത് കൊണ്ടാണ്, മഹത്വപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്നൊക്കെ ഒരുപക്ഷെ അഹങ്കരിക്കാമായിരുന്നു. എന്നാൽ ഈ കഴുതയ്ക്ക് പോലും നമ്മേക്കാൾ വിവേക ബുദ്ധി കൂടുതലുള്ളത് കൊണ്ട് അത് എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല, കർത്താവിന് വേണ്ടിയിട്ടുള്ള മഹത്വമായിരുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴുതയ്ക്ക് സാധിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ കഴുതയുടെ പോലും ബുദ്ധിയില്ലാത്ത അവസ്ഥയിലേക്ക് നാം തരം താണു പോയിട്ടില്ലേ എന്ന് ഈ ഓശാന പെരുന്നാളിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും മഹത്വങ്ങളും ഓശാനകളും സ്തുതികളും ഒക്കെ എനിക്കുള്ളതാണ് എന്ന് അഹങ്കരിക്കുന്ന നാം പലപ്പോഴും മറന്നു പോകുന്നത് ഈ ബുദ്ധിഹീനമായിട്ടുള്ള കഴുതയാണ്. കഴുത തിരിച്ചറിഞ്ഞു അത് കർത്താവിനാണ് എന്ന്. കഴുത മനസ്സിലാക്കി, എന്റെ തല താഴ്ന്നാലാണ് യേശുവിന്റെ മുഖം ഉയരുകയുള്ളൂ എന്ന്. പ്രിയമുള്ളവരെ, ഈ കഴുതയെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് സ്വാംശീകരിക്കുവാനും സ്വീകരിക്കുവാനും നാം തയ്യാറാകണം. ഓശാന പെരുന്നാളിൽ ദാവീദ് പുത്രൻ ഹോശാന എന്ന് ഉച്ചത്തിൽ പാടിക്കൊണ്ട് ബാലകരെല്ലാം ഓടിക്കൂടുന്ന സമയത്ത് ആ രാജാവിന് മഹത്വം പാടുവാനായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഇത്തിരി ഇടമുണ്ടോ? മഹത്വം പാടുവാനായിട്ട് നമ്മുടെ നാവിന് ശക്തിയുണ്ടോ എന്നെല്ലാം നാം പുനർവിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വയം താഴ്ത്തി ഒരു കഴുതയെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ കഴുതയുടെ പുറത്ത് കർത്താവ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കർത്താവിന്റെ ചുമലിൽ ഇരിക്കുമെങ്കിൽ ഒരു കഴുതയായി മാറുവാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള ആ താഴ്ത്തി കൊടുക്കൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരട്ടെ. ഓശാന പെരുന്നാളിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളാശംസകളും അർപ്പിക്കുന്നതോടൊപ്പം യേശുവിനെ വഹിക്കുവാൻ, യേശുവിന്റെ മുഖം ഉയരുവാനായിട്ട് എന്റെ തല അല്പം താഴ്ത്തി കൊടുത്താൽ യേശുവിന്റെ മുഖം ലോകത്തിന് വിളങ്ങുമെങ്കിൽ അല്പം താഴ്ത്തി കൊടുക്കുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഓശാനയുടെ മംഗളങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ കുർബാന വഴിപാടായി സമർപ്പിച്ചിരിക്കുന്നത് ബേസിൽ ജോർജാണ്. ആ മകന്റെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരും കരുതണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്.